Good morning all. Today we are going to discussing about two topics. First one, rate of change of vectors in space and body frames, and the second one is Coriolis effect. Starting with rate of change of vectors in space and body frames. Consider two frame of references, that is P and P dash. രണ്ട് frame of reference ആണ് Pയും P ഡാഷും. Let the origins of both the systems coincide. And the P represent the x, y, z axis and P dash represent the x dash, y dash, z dash axis. നമുക്കിവിടെ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്, പിയും പി ഡാഷും. അതിൻ്റെ രണ്ടിൻ്റെ ഒറിജിൻസ് കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസും പരസ്പരം കോയിൻസൈഡ് ചെയ്താണ് ഇരിക്കുന്നത്. പി ഫ്രെയിമിലെ ആക്സിസുകളാണ് എക്സ്, വൈ ആൻഡ് ഇസഡ്. പി ഡാഷിലെ എക്സ് ഡാഷ്, വൈ ഡാഷ് ആൻഡ് ഇസഡ് ഡാഷ്. ഇത് ഓയിലാണ് ഇതിൻ്റെ ഒറിജിൻ. അപ്പം പി ഈക്വൽ ടു പി ഡാഷ്, അല്ലെങ്കിൽ രണ്ടും സെയിം പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എക്സ് എക്സ് ഡാഷിനോടും വൈ വൈ ഡാഷിനോടും ഇസഡ് ഇസഡ് ഡാഷിനോടും കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പിൽ. ദെൻ ഐ ഡാഷ്, ജെ ഡാഷ് ആൻഡ് കെ ഡാഷ് ബി ദ യൂണിറ്റ് വെക്റ്റേഴ്സ് ഓഫ് ദ പ്രൈംഡ് ആക്സിസ്. അപ്പം എക്സ് ഡാഷ്, വൈ ഡാഷ്, ഇസഡ് ഡാഷ് ആക്സിസിൻ്റെ യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ് ഐ ഡാഷ്, ജെ ഡാഷ് ആൻഡ് കെ ഡാഷ്. ദെൻ ഐ ജെ കെ ബി ദ യൂണിറ്റ് വെക്റ്റേഴ്സ് ഓഫ് ദ അൺപ്രൈംഡ് ആക്സിസ്. ഇനിഷ്യലി നമുക്കറിയാം രണ്ട് ഫ്രെയിംസും കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. കൺസിഡർ എ പോയിൻറ്റ് ക്യൂ ബിഫോർ ദ റൊട്ടേഷൻ, ദാറ്റ് ഈസ് ക്യൂ പി is equal to R is the position vector of Q in the P frame. അപ്പോൾ ക്യൂ പി എന്ന് പറയുന്നത് പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ ഇൻ ദ പി ഫ്രെയിം ആണ്. ആൻഡ് ക്യൂ പി ഡാഷ് ഇസ് ഈക്വൽ ടു ആർ ഡാഷ് ഇസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ ഇൻ ദ പി ഡാഷ് ഫ്രെയിം അറ്റ് ടി ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു ആർ ഡാഷ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? ഇവിടെ നോക്കുക, പിയും പി ഡാഷും കോയിൻസൈഡ് ചെയ്തിരിക്കുക രണ്ട് ഫ്രെയിമും. അവിടുത്തെ ഒരു പോയിൻ്റാണ് ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ ക്യൂ പി ഫ്രെയിമിൽ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ആണ്, പി ഡാഷ് ഫ്രെയിമിൽ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ഡാഷ് ആണ്. അപ്പം കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണ്? ആർ ഇസ് ഈക്വൽ ടു ആർ ഡാഷ് എന്ന് നമുക്ക് എഴുതാം. നൗ കൺസിഡർ ദ റൊട്ടേഷൻ ഓഫ് ദ പി ഡാഷ് ഫ്രെയിം. ഇനി നമ്മൾ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുവാണ്. സോ നമ്മുടെ പ്രൈംഡ് ആക്സിസ് അല്ലേ പി പ്രൈം ആക്സിസ്, അതുകൊണ്ട് നമ്മൾ ഈ ആക്സിസിലാണ് റൊട്ടേഷൻ, അല്ലെങ്കിൽ ഈ ഫ്രെയിമിൻ്റെയാണ് റൊട്ടേഷൻ കൺസിഡർ ചെയ്യുന്നത്. പി എന്ന് പറയുന്ന ഫ്രെയിം സ്റ്റേഷനറി ആയിട്ട് നിർത്തിക്കൊണ്ട് പി ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇനിഷ്യലി എങ്ങനെയാണ്? പിയും പി ഡാഷും കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്, സെയിം ഒറിജിനുമാണ്. ദെൻ അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യൂണിറ്റ് വെക്റ്റേഴ്സ് ഐ ഡാഷ്, ജെ ഡാഷ് ആൻഡ് കെ ഡാഷ് ചേഞ്ചസ് വിത്ത് ടൈം. ഇനിഷ്യലി ടി ഈസ് ഈക്വൽ ടു 0 ആണ്. ദെൻ പൊസിഷൻ മാറ്റി റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടി 0യിൽ നിന്ന് മാറും. ഓൾസോ ഐ ഡാഷ്, ജെ ഡാഷ് ആൻഡ് കെ ഡാഷ്, ദാറ്റ് ഈസ് എ പൊസിഷൻ വെക്റ്റർ ഓഫ് ദ പി പ്രൈം ഫ്രെയിം, ദാറ്റ് ഈസ് ഓൾസോ ചേഞ്ചസ്. ബട്ട് ഐ ജെ കെ ഈസ് കോൺസ്റ്റൻറ്റ്. പി മാറുന്നില്ല, അതായത് എക്സ് വൈ ഇസഡ് ചേഞ്ച് ആവുന്നില്ല. സോ എക്സ് വൈ ഇസഡിൻ്റെ യൂണിറ്റ് വെക്റ്റേഴ്സായ ഐ ജെ കെ ആർ കോൺസ്റ്റൻറ്റ്. ദെൻ കൺസിഡർ ദ ഫിഗർ ഓഫ് ആൻ ഇൻഫൈനൈറ്റ്സിമൽ റൊട്ടേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇൻഫൈനൈറ്റ്സിമൽ റൊട്ടേഷൻ്റെ ഫിഗർ. സെയിം ഫിഗർ തന്നെയാണ്. നോക്കുക, ഇതാണ് ഇതിൻ്റെ സർക്കുലർ പാത്ത്. ഇത് ഒറിജിൻ ഒ. ഫസ്റ്റ് ദ പൊസിഷൻ പി എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. അത് നമുക്ക് പറയാം നമ്മുടെ പി ഫ്രെയിമാണ്. ദെൻ പിയും പി ഡാഷും ഒരുപോലെയായിരുന്നു ആദ്യം, ടി ഈസ് ഈക്വൽ ടു 0 ഈ പോയിന്റിൽ. ദെൻ നമ്മൾ ചെറിയൊരു ആംഗിൾ എന്തിനെ റൊട്ടേറ്റ് ചെയ്തു? പി ഡാഷ് ഫ്രെയിമിനെ റൊട്ടേറ്റ് ചെയ്തപ്പം പോയിന്റ് ഇവിടെയായി. ഇപ്പം നമ്മുടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിനെ തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഇനിഷ്യലി ഇവിടെയായിരുന്നു. ദെൻ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വന്നു. അപ്പോൾ പി ഫ്രെയിമിനെ അപേക്ഷിച്ച് പി ഡാഷ് ഫ്രെയിമിന് ഒരു ചെറിയ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഉണ്ടായി. ഇതാണ് എൻ. ദെൻ സെയിം പോലെ തന്നെ നമ്മൾ ഇൻഫിനിറ്റ്സിമൽ റൊട്ടേഷൻ്റെ കേസിൽ കണ്ടതാണ്. ഇത് ആർ, ദിസ് ഈസ് ആർ പ്ലസ്
dr. From the figure we know dr is equal to r sin theta d phi or dr by dt is equal to omega cross r. This is operator form. We already discussed in the previous session. Operator form means d by dt of vector r. So നമുക്കിവിടെ omega cross r എന്ന് വരും. For example, in the case of I dash, vector I dash, di dash by dt equal to omega cross I dash. Also for j dash, that is dj dash by dt is equal to omega cross j dash. ഇതാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ ഫോമിൽ ഒരു ജനറൽ ഓപ്പറേറ്റർ ഫോം എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഡെറിവേഷൻ പാർട്ടിലേക്ക് പോകാം. ഇനിഷ്യലി അറ്റ് t is equal to 0. t is equal to 0 means രണ്ട് ഫ്രെയിമും സെയിം പൊസിഷനിലാണ്, കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ ഡാഷ്. അതായത് ക്യൂ എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് ആർ എങ്കിൽ രണ്ട് ഫ്രെയിമും കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ആർ ഈക്വൽ ടു ആർ ഡാഷ് ആണ്, സെയിം പൊസിഷൻ തന്നെയാണ്. ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് എഴുതുന്ന പോലെ തന്നെ ഈ കേസിൽ നമുക്ക് എന്തെഴുതാം? ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഐ ഡാഷ് പ്ലസ് വൈ ഡാഷ് ജെ ഡാഷ് പ്ലസ് ഇസഡ് ഡാഷ് കെ ഡാഷ്. ഓർ ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഡാഷ് ഐ ഡാഷ് പ്ലസ് വൈ ഡാഷ് ജെ ഡാഷ് പ്ലസ് ഇസഡ് ഡാഷ് കെ ഡാഷ്. നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് കൺസിഡർ ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഡാഷ് ഇൻറ്റു, ഇത് യൂണിറ്റ് വെക്റ്റർ ആണെങ്കിൽ പോലും നമുക്ക് ഇതിനെല്ലാത്തിനെയും ഓപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഐ ഡാഷ് ഇൻറ്റു ഡി എക്സ് ഡാഷ് ബൈ ഡി ടി പ്ലസ് നെക്സ്റ്റ് ടൈം എന്ത് വരും? എക്സ് ഡാഷ് ഇൻറ്റു ഡി ഐ ഡാഷ് ബൈ ഡി ടി. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു പാർട്ട്, ഈ ഒരു ടേമിൻ്റെ കംപ്ലീറ്റ് ആവുള്ളൂ. പ്ലസ് സെക്കൻഡ് ടൈം ജെ ഡാഷ് ഡി വൈ ഡാഷ് ബൈ ഡി ടി പ്ലസ് വൈ ഡാഷ് ഡി ജെ ഡാഷ് ബൈ ഡി ടി പ്ലസ് കെ ഡാഷ് ഇൻറ്റു ഡി ഇസഡ് ഡാഷ് ബൈ ഡി ടി പ്ലസ് ഇസഡ് ഡാഷ് ഇൻറ്റു ഡി കെ ഡാഷ് ബൈ ഡി ടി. എല്ലാ ടേമിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഡാഷ് ഡി എക്സ് ഐ ബൈ ഡി ടി പ്ലസ് എക്സ് ഡാഷ് ഇൻറ്റു ഡി ഐ ഡാഷ് ബൈ ഡി ടി. ഡി ഐ ഡാഷ് ബൈ ഡി ടി നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? ഒമേഗ ക്രോസ് ഐ ഡാഷ് ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒമേഗ ക്രോസ് ഐ ഡാഷ് പ്ലസ് ജെ ഡാഷ് ഇൻറ്റു ഡി വൈ ഡാഷ് ബൈ ഡി ടി പ്ലസ് വൈ ഡാഷ് ഇൻറ്റു ഡി ജെ ഡാഷ് ബൈ ഡി ടി, ദാറ്റ് ഈസ് ഒമേഗ ക്രോസ് ജെ ഡാഷ് പ്ലസ് തേർഡ് ടൈം കെ ഡാഷ് ഡി ഇസഡ് ഡാഷ് ബൈ ഡി ടി പ്ലസ് ഇസഡ് ഡാഷ് ഇൻറ്റു ഒമേഗ ക്രോസ് കെ ഡാഷ്, ദാറ്റ് ഈസ് ഡി കെ ബൈ ഡി ടി. ഡി കെ ഡാഷ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് കെ ഡാഷ്. ഇനി ഈ ടേമുകളെല്ലാം ഒരുമിച്ചാക്കാം. അതായത് ഐ ഡി എക്സ് ഐ പ്രൈം ഡി എക്സ് ഡാഷ് ബൈ ഡി ടി പ്ലസ് ജെ ഡാഷ് ഡി വൈ ഡാഷ് ബൈ ഡി ടി പ്ലസ് കെ ഡാഷ് ഡി ഇസഡ് ഡാഷ് ബൈ ഡി ടി. ഈ മൂന്ന് ടേമിനെ നമുക്ക് ഒരുമിച്ചാക്കി ബാക്കി ടേമുകൾ അത് കഴിഞ്ഞ് എഴുതാം. ദാറ്റ് ഈസ് ഐ ഡാഷ് ഡി എക്സ് ഡാഷ് ബൈ ഡി ടി പ്ലസ് ജെ ഡാഷ് ഡി വൈ ഡാഷ് ബൈ ഡി ടി പ്ലസ് കെ ഡാഷ് ഡി ഇസഡ് ഡാഷ് ബൈ ഡി ടി പ്ലസ് ബാക്കി എത്ര ടേമുകളുണ്ട്? ഒമേഗ ക്രോസ് എക്സും ഉണ്ട്, എക്സ് ഡാഷും ഉണ്ട്, ഐ ഡാഷും ഉണ്ട്. ദാറ്റ് ഈസ് ഒമേഗ ക്രോസ് ഐ ഡാഷ് എക്സ് ഡാഷ് പ്ലസ് സെക്കൻഡ് ടേമിൽ ബാക്കി എന്തൊക്കെയുണ്ട്? വൈ ഡാഷ് ജെ ഡാഷ്, വൈ ഡാഷ് ജെ ഡാഷ് പ്ലസ് കെ ഡാഷ്, ഈ കെ ഡാഷ് ഇസഡ് ഡാഷ് ഒരുമിച്ച് എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി അറ്റ് പി, അതായത് പി റെഫറൻസ് ഫ്രെയിമിലെ ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി അറ്റ് പി ഡാഷ്. അപ്പോൾ ഇത്രയും ഭാഗം നോക്കുക, ഈ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ആർ ബൈ ഡി ടി അറ്റ് പി ഡാഷ് അല്ലേ? പി ഡാഷ് ഫ്രെയിമിലെ ഡി ആർ ബൈ ഡി ടി ആണ് ഈ ടേം, ഇത്രയും ഭാഗം. പ്ലസ് ബാക്കി എന്തൊക്കെയുണ്ട്? ഒമേഗ ക്രോസ് ഇതെന്താണ്? ഐ ഡാഷ് എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് ജെ ഡാഷ് പ്ലസ് കെ ഡാഷ് ഇസഡ് ഡാഷ്, ദാറ്റ് ഈസ് ആർ. അപ്പോൾ നമ്മൾ ആർ ഇസ് ഈക്വൽ ടു ആർ ഡാഷ് ആയതുകൊണ്ട് നമ്മളിവിടെ ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതിയാലും മതിയാകും. സെയിം ആണല്ലോ ആറും ആർ ഡാഷും. ദിസ് ഈസ് ദ ജനറൽ ഓപ്പറേറ്റർ ഫോം. ഇനി ഈ ഫോമിൽ നിന്നാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത്. നോക്കാം.
dr by dt at p is equal to dr by dt at p dash frame plus omega cross r is equal to എന്താണെന്ന് നോക്കിയാൽ ഡി ആർ ബൈ ഡി ടി, അത് പി ഡാഷ് ഫ്രെയിമിൽ, ദാറ്റ് ഈസ് വെലോസിറ്റി വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു ഇതെന്താണ്, ഡി ആർ ബൈ ഡി ടി അറ്റ് പി ഫ്രെയിം, ദാറ്റ് ഈസ് വി. വി ഇസ് ഈക്വൽ ടു ദിസ് ഈസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ എ ആണ്, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ ബി ആണ്. വേർ വി ഡാഷ് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ പി ഡാഷ് ഫ്രെയിം. ദെൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി വി ബൈ ഡി ടി അറ്റ് പി ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി അറ്റ് പി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് വി. അതെന്താ നമ്മൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് പി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ഏതാണോ നമ്മുടെ ഓപ്പറേറ്റർ അതല്ലേ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ എന്താണ് വെലോസിറ്റി വി ആണ്. സോ ഇവിടെ നമ്മൾ ഡി വി ബൈ ഡി ടി അറ്റ് പി ഇസ് ഈക്വൽ ടു ദെൻ ഇവിടെ ഡി വി ബൈ ഡി ടി പി ഡാഷ് പ്ലസ്, അതുകൊണ്ട് നമുക്കിവിടെ എന്ത് കൊടുക്കാം, വി ആണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് ഒമേഗ ക്രോസ് വി എന്ന് എഴുതാം. സോ ഡി വി ബൈ ഡി ടി അറ്റ് പി ഇസ് ഈക്വൽ ടു നോക്കുക ഡി ബൈ ഡി ടി ഓഫ്, ഇനി എന്താണ് വി? വി നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താ, വി ഇസ് ഈക്വൽ ടു, ഇത് വി ആണ്, ഡി ആർ ബൈ ഡി ടി അറ്റ് പി എന്ന് പറഞ്ഞാൽ വി ആണ്. വി ഇസ് ഈക്വൽ ടു വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. അതിവിടെ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ അറ്റ് പി ഡാഷ് ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് ഇത് ബാക്കി വി, വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സ്റ്റെപ്പ് ഡി വി ബൈ ഡി ടി അറ്റ് പി ഇസ് ഈക്വൽ ടു ഡി വി ഡാഷ് ബൈ ഡി ടി അറ്റ് പി പ്ലസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. നമ്മുടെ ടേം എങ്ങനെയായിരുന്നു, വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്നല്ലായിരുന്നു, അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഡി വി ഡാഷ് ബൈ ഡി ടി അറ്റ് പി പ്രൈം പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ. ഇത് രണ്ടും പി ഡാഷ് ഫ്രെയിമിലാണ്, അവിടെ മാർക്ക് ചെയ്തു. പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ വിച്ച് ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, ദാറ്റ് ഈസ് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഡി വി ഡാഷ് ബൈ ഡി ടി പി ഡാഷ് ഫ്രെയിമിൽ. സോ എ ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി അറ്റ് പി ഡാഷ് പ്ലസ് ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ. രണ്ട് ടേം എഴുതി. പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ, സെയിം ആയിട്ട് തന്നെ. ഹിയർ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇസ് എ കോൺസ്റ്റൻറ്റ്, സോ ദ ഡെറിവേറ്റീവ് ഓഫ് ആംഗുലർ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടി ഈസ് നോട്ട് എക്സിസ്റ്റ്. അതുകൊണ്ട് നമുക്ക് ഈ ടേമിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. ദെൻ വി ഗെറ്റ് എ ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഇത് ഒമേഗ ക്രോസ് വി ഡാഷ് അല്ലേ, ഡി ആർ ബൈ ഡി ടി അറ്റ് പി ഡാഷ് ഫ്രെയിം. ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഇത് ഈ ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ വിച്ച് ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് 2 ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ദാറ്റ് ഈസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു എ മൈനസ്, എ ഡാഷ് നമ്മൾ എൽ എച്ച് എസിലേക്ക് മാറ്റി, എ മൈനസ് 2 ഇൻറ്റു ഒമേഗ ക്രോസ് വി ഡാഷ് മൈനസ് ഒമേഗ ക്രോസ് ആർ. ദെൻ മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ വിത്ത് മാസ് എം. സോ വി ഗെറ്റ് എം എ പ്രൈം ഈക്വൽ ടു എം എ മൈനസ് 2m ഇൻറ്റു എല്ലാ ടൈമിനും എം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ഒമേഗ ക്രോസ് വി ഡാഷ് മൈനസ് എം ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എം എ ഡാഷ് ഈസ് എഫ് ഡാഷ് ഫോഴ്സ്, എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി ഡാഷ് minus m into omega cross r. This is our equation number C.
This equation gives the relation between force acting on two frames. Then, what is Coriolis effect? Consider our first equation, that is equation number A. That is d by dt at p is equal to d by dt at p prime plus omega cross dash. ഇവിടെ എന്താണോ അവിടെയുള്ള ടേം തന്നെ അവിടെ വരും. This equation can be used to obtain, നമുക്ക് ഓൾറെഡി അറിയാം, the relation connecting the inertial acceleration of the particle of mass m and its acceleration relative to the rotating frame. Then our equation number C. Consider the equation number C. To an observer in the rotating system, the particle is moving under influence of an effective force. So we can say that the effective force F effective is equal to F minus 2m into omega cross B dash minus m into omega cross R. അപ്പം എഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 3 ടേമുകൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 2 ടേമുകളും നെഗറ്റീവ് ടേംസ് ആണ്. ഹിയർ ഈ 2 ടേമുകൾ നമുക്ക് നോക്കാം, അനലൈസ് ചെയ്യാം ഈ 2 ടേംസ്. അപ്പോൾ നമ്മൾ കോമൺലി പറയുമ്പം എഫക്റ്റീവ് ഫോഴ്സ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം, അങ്ങനെ നമ്മൾ പറയാറ്. ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം എന്ന് പറയാറുണ്ട്. അതായത് ഈ ഫോഴ്സസ് എന്ന് പറയുന്ന ഒരു ജനറലൈസ്ഡ് ടേമാണ്. അതിൽ പല കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ആ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന 2 ടേമുകൾ. ഇത് നോക്കാം, ഇത് ഇവിടുത്തെ സെക്കൻഡ് ടേമാണ്, ഇത് ഇവിടുത്തെ തേർഡ് ടേമാണ്. ഫസ്റ്റ് നമുക്ക് തേർഡ് ടേം നോക്കാം. ദ തേർഡ് ടേം ഓൺ ദ റൈറ്റ്, ദാറ്റ് ഈസ് മൈനസ് എം ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഈസ് കോൾഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എം ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. അപ്പോൾ ഈ ടേമിന് നമ്മൾ പറയണ പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇനി നമുക്ക് ഈ ടേം എന്താണെന്ന് നോക്കാം. ദി സെക്കൻഡ് ടേം ഈസ് നോൺ ആസ് ദ കോറിയോളിസ് ഫോഴ്സ്, ദാറ്റ് ഈസ് മൈനസ് എം ഇൻറ്റു ഒമേഗ ക്രോസ് വി ഡാഷ്. ദിസ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് റിലേറ്റീവ് ടു ദ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം. വി ഡാഷ് അല്ലേ, അപ്പം റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫോഴ്സ് ടേമാണ് എന്ത്, കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് മൂവിങ് ഫ്രെയിമിനെ അഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സസ് ആണ് ഏതൊക്കെ? എഫ് എന്ന് പറഞ്ഞ മെയിൻ നമ്മുടെ ഫോഴ്സ്, മൈനസ് ബാക്കി ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ദെൻ കോറിയോളിസ് ഫോഴ്സ്. that is the Coriolis force is not a real force but it is a fictitious force. Fictitious means ഒരു സാങ്കല്പികമായിട്ടുള്ള ഫോഴ്സ് ആണ്. It is present only if we refer to non-inertial frame. Here the negative sign, ഇവിടെ നെഗറ്റീവ് ആണ് ആ ഫോഴ്സ് ടേം. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് the Coriolis force is in the direction opposite to that given by the right hand screw rule. Force is directly proportional to the velocity v dash. Then the terms centrifugal effect and Coriolis effect are used instead of the old terms forces. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം, നമ്മൾ ഫോഴ്സസ് എന്ന് പറയുന്ന ടേമിന് നമ്മൾ കൊടുക്കുന്ന പുതിയ ഡെഫിനിഷനാണ് this is the sum of centrifugal and Coriolis effect. That is, remain that these two effects exist only in a non-inertial frame. They are not due to any physical interaction and hence these forces are fictitious. For example, the rotating earth is a rotating frame. Then the Coriolis effect has to be taken into account to compute accurately the trajectories of long range projectiles or missiles. അപ്പം ഈ ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് കൂടി നമ്മൾ എർത്തിൻ്റെയൊക്കെ കേസിൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. താങ്ക് യു.